തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്, ഒരു ഹീറോ ആയി മാറിയത് അദ്ദേഹത്തിൻ്റെ അമ്മയായിരുന്നു. ഒരിക്കൽ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കത്തുണ്ട്. അമ്മയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നതാണ്. അമ്മ പൊട്ടിച്ച് വായിച്ചു നോക്കിയപ്പോൾ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി. അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന അമ്മയോട് ചോദിച്ചു, നിഷ്കളങ്കമായ കുട്ടി, എന്താണ് അമ്മേ അതിൽ എഴുതിയിട്ടുള്ളത്? അപ്പോൾ അമ്മ പറഞ്ഞു, എൻ്റെ മകൻ ജീനിയസാണ്, നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, അതുകൊണ്ട് നിന്നെ പഠിപ്പിക്കാനുള്ള ആ ഒരു കഴിവുള്ള അധ്യാപകർ നിങ്ങളെ സ്കൂളിലില്ല, അതുകൊണ്ട് നിന്നെ വീട്ടിലിരുത്തി പഠിപ്പിക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു. അന്നത്തോടുകൂടി സ്കൂൾ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചു, വീട്ടിലിരുന്ന് പഠിക്കാൻ തുടങ്ങി. അമ്മ നന്നായിട്ട് അവനെ പഠിപ്പിച്ചു. പിന്നെ കിട്ടിയ അറിവുകളൊക്കെ പുസ്തകങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. അങ്ങനെ അദ്ദേഹം വളരാൻ തുടങ്ങി. 1093 പാറ്റൻറ്റുകളുള്ള ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് അദ്ദേഹം മാറി. അമേരിക്കയിലെ വലിയ വ്യവസായിയായി മാറി. അങ്ങനെയുള്ള എല്ലാ അച്ചീവ്മെൻറ്റുകളും അദ്ദേഹത്തെ തേടിയെത്തി. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞു, അമ്മ മരണപ്പെട്ടു. അങ്ങനെ ഒരു ദിവസം പഴയ സാധനങ്ങളൊക്കെ ഇങ്ങനെ തിരയുന്നതിനിടയിൽ അദ്ദേഹത്തിന് ആ ഒരു കഷ്ണം പേപ്പർ കിട്ടി. ആ പേപ്പർ എടുത്ത് അദ്ദേഹം ഇങ്ങനെ നോക്കി. അതിൽ എഴുതിയിട്ടുള്ളത് ഇങ്ങനെയായിരുന്നു: നിങ്ങളുടെ കുട്ടി ഒരു ബുദ്ധിയില്ലാത്ത കുട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് അവനെ പഠിപ്പിക്കാൻ കഴിയില്ല, നിങ്ങളുടെ വീട്ടിലിരുത്തി പഠിപ്പിച്ചോളൂ എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എഡിസൺ മണിക്കൂറുകളോളം വാവിട്ട് കരഞ്ഞു. തൻ്റെ അമ്മ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തെ ഒരു പോസിറ്റീവാക്കി മാറ്റി എൻകറേജ് ചെയ്ത് ഇത്രയും വലിയ ഒരു ഫേമസ് ആയ ഒരു വ്യക്തിയാക്കി അദ്ദേഹത്തെ മാറ്റിയതിന്. അദ്ദേഹം ഉടനെ ഡയറി എടുത്തു. എന്നിട്ട് കുറിച്ചു, മന്ദബുദ്ധിയായിട്ടുള്ള ഒരു കുട്ടിയെ ജീനിയസാക്കി മാറ്റിയ എൻ്റെ അമ്മയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞിട്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളൊക്കെ, പ്രത്യേകിച്ച് അമ്മമാരൊക്കെ, മക്കൾ അവർ ചെയ്യുന്നതിനൊക്കെ കുറ്റം പറയാറുണ്ട്, മറ്റുള്ള കുട്ടികളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട്. നമ്മുടെ കുട്ടികൾ കഴിവില്ലാത്തവരായിട്ട് നമ്മൾ പറയാറുണ്ട്. എന്നാൽ കഴിവില്ലാത്ത കുട്ടികളായിട്ട് ഈ ലോകത്ത് ആരുമില്ല. എല്ലാവർക്കും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ കഴിവുണ്ട്. ആ കഴിവ് എന്താണെന്ന് കണ്ടെത്തി അവരുടെ കൂടെ നിന്ന് നന്നായിട്ട് അവരെ പ്രോത്സാഹിപ്പിച്ചു കഴിഞ്ഞാൽ ഈ ലോകം അറിയപ്പെടുന്ന വ്യക്തിയായിട്ട് നിങ്ങളെ മക്കളെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു.